നമ്മുടെ ദേവൻ ഒരു ശസ്ത്രതയില്ല അല്ലേ? ഇതെത്രയായി അനുഭവിക്കാൻ തുടങ്ങി. എത്ര ദേവന്മാരോട് ഇനി എന്ത് വീണ്ടും എൻ്റെ മുന്നിൽ ദേവന്മാരെ എന്ന് പറഞ്ഞിട്ട് അല്ലേ? സത്യമല്ലേ പറയുന്നത്? അങ്ങനെ അപ്പുറം കാലം ഇവിടെ കേട്ടും പോയി കേട്ടാ. വഴിക്ക് വഴിയായിട്ട് പോയി വഴിയായിട്ട് നമ്മുടെ ദേവൻ കൂട്ടത്തോട് കുരിപ്പോട് വാക്കോട് വെക്കുന്നോട് ഒഴിച്ചാറ് മഹാദി ആദിക്ക് വയസ്സ് നാഥനായിട്ട് ചെറുക്കല്ല് കടിച്ച് കവളിട്ട് പിടിച്ച് നമ്മുടെ മുനദേവൻ ഒരിക്കൽ പറഞ്ഞതല്ല ഗൃഹനാഥൻ ഒരിക്കൽ പറയാം അല്ലേ? അല്ലേ? അങ്ങനെ പതികൾ നമ്മൾ കാണാൻ കേട്ടോ. എൻ്റെ മുന്നിൽ വരട്ടെ, എൻ്റെ ഹൃദയം തുറന്ന് കാണട്ടെ ഞാൻ കേട്ടോ. പെട്ടെന്ന് നിനക്ക് വരണമെന്ന് കഴിഞ്ഞാൽ നീ എന്നെ മറന്നു പോകും. അതുപോലെ ഇതിനൊരു മാറ്റം പുറക്കാൻ തന്നാൽ പോരെ കേട്ടോ. ഇടമൊന്നും മറമൊന്നും കുട്ടയിലൊന്നും കോട്ടയിലും കൊട്ടാരമൊന്നും ഇല്ല. ആരും പടമൊന്നും ഇല്ല. ആരും പടം കുത്തി ഇടമണമെന്നും കൊട്ടാരം കൂടെ തലയിൽ കൊട്ടാരം കുട്ടപ്പുറം തലപ്പുറം പത്ത് കുട്ടപ്പുറം കോട്ട അവളപടത്ത് കോട്ട ഇങ്ങനെ ഇരിക്കുന്ന സ്ഥാനവും വേദിയും പഠിപ്പും ആചാരവും നിലയും വിശ്വാസവും വെച്ച് ദേവി ദേവന്മാരെ ഭജന ഇത് കൂറുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി ഗീരുമായിട്ട് ശരീരം ഗീരുമായിട്ട് ഗുരു ആരാ? എന്താ വസ്തു? ഇതാണ് ഗുരു. ഇതുവരെ ഗുരുവിനെ കാട്ടിട്ടില്ല നീ അല്ലേ? അന്നേരം ഇതെല്ലാം ചലിച്ചതോ? ഗുരു കൂടിയല്ലേ ഇത്. ചലിക്കാണ്ട് ഗുരു ഇതൊന്നും നടക്കുക. എല്ലാ സത്യവും അസത്യവും പറയുന്നത് ഇതല്ലേ അല്ലേ? ശരിക്കൊരു വീരശിയുടെ പരാക്രമിയായിട്ടുണ്ട് അല്ലേ? എന്ത് മാതാവെന്ത് വിശേഷിക്കുന്ന പല ശിരസവേദന, ഉദരവേദന, ക്ഷീണം, എന്തെങ്കിലും കുഴിമടി വിശേഷിച്ച് അല്പപ്പുരിതായിരിക്കും ക്ഷീണം ഭവിക്കും അല്ലേ? ഇതിനെ ആവർത്തിക്കുക. സത്യം ചെയ്യും. അതിന് അനക്ക് അങ്ങനെയെങ്കിലും പിടിച്ചില്ല പിന്നെ പിടിക്കും ഞാൻ. എന്നോട് കരത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സർവരക്ഷയും നഷ്ടപ്പെടും. സത്യമാണോ? പൈക്ക് വഴിയാട്ടും ഭക്തന്മാരെല്ലാം കേട്ടേനെ അല്ലേ? പിന്നെ മാതാവുണ്ടോ കൂടെ? പൈക്ക് വഴിയാട്ടും അങ്ങനെ മാതാവോട് മുഖം കൊണ്ടാ ഗോഷ്ഠികൾക്ക് എതിർപ്പെടണം. അവനെ ശുചിത്വം വരുത്തുന്ന വസ്തുവിന് വരുന്ന അതെടുക്കാൻ പറഞ്ഞല്ലേ? അത്താനെന്താ പറഞ്ഞു? ഇവരെ വിശേഷിച്ച് അതല്ല അവിടെ നിൽക്കട്ടെ. അനക്ക് ഒന്ന് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെയൊന്നും ആവർത്തിക്കഴിഞ്ഞു. ചിലത് താൻ തൻ്റെ വീട്ടിൽ നിന്ന് പ്രചരിക്കുന്നുവോ അതിവിടെ ഈ ദേവൻ അറിഞ്ഞിരിക്കുന്ന അവരെ ജനന മരണകർത്താവല്ലേ ഞാൻ. ഇരുന്നിരുന്ന മാതാവ് നിനക്ക് പൈസ തരുവാ? അത് വിശ്വസിക്കില്ല. അതേ പ്രകാരമാണ് ജനന മരണകർത്താവ്. അപ്പോൾ വഴിക്ക് വഴിയായിട്ട് ഒരു ചെറിയൊരു ഓണോ വേണ്ടിയോന്നുള്ള ഒരവസ്ഥയുണ്ട് അല്ലേ? അപ്പം നമ്മുടെ സത്യമല്ലേ? അതുപോലെ അനുഭവത്തിനും കൂടി നമ്മുടെ മുന്നിൽ ദേവൻ ഹൃദയ സാക്ഷ്യം വഹിക്കണം. അതിന് വേണ്ടേ? എല്ലാം പിടിക്കും. ഉറങ്ങാൻ അങ്ങനെയാ എല്ലാത്തിനും സാക്ഷ്യം വഹിക്കുന്ന ഒരു ദേവനാണ് പറഞ്ഞാൽ കേട്ടോ. അപ്പം നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചലിക്കുന്നുവോ അത് എന്നോട് ഹൃദയത്തിൽ എന്നോട് അനുഭവത്തിൽ അല്ലേ അറിയുന്നത് ദേവനാണ്. എന്നെ മറിക്കാൻ ഒരു ഹൃദയത്തിന് കഴിയില്ല. ഒരു ചലനങ്ങൾ തൻ്റെ ഹൃദയത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ, ഈ ഭക്തന്മാരുടെ ഹൃദയത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ ചലനം കൃത്യനിഷ്ഠതയോടെ അറിയാവുന്ന ഒരു ദേവൻ. അത്തരം ഭാവങ്ങൾ ആദർശങ്ങളായാമതിലെന്നെ ആസ്വദിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ദേവത ധ്യാനം കൊണ്ട് ആദികളെ കൊണ്ട് നമ്മുടെ ദേവൻ തകർത്തിങ്ങനെ സ്ഥലത്ത് മുടക്കാതെ സ്ഥിരത്തും അടങ്ങി തന്നെ ഉള്ളിപ്പോ അല്ലേ? വേറെ വഴികളൊന്നും എത്തിയില്ല അല്ലേ? ചേർന്ന് പകരം വെച്ച് പിതാവിനും ഉണ്ട് ദുഃഖം കേട്ടോ. വഴികൾ കണ്ടിട്ട് നമ്മുടെ ദേവൻ ആക്കി അടുത്ത നല്ലതായിട്ട് ചെറുക്കണ്ടി കടിച്ച് കവട്ടി പിടിക്കാൻ കിട്ടുന്ന ഒരു അനുഭവം തട്ടിപ്പിടിച്ച് കൊടുത്താ പറയാ.